ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അയ്യോ, ഇപ്പം വെളുപ്പിനെയായി. ഇന്ന് മുത്തിൻ്റെ കല്യാണമാണ്. മുത്തിനെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഞാൻ വീഡിയോയിലൊക്കെ ഇടാറുണ്ട്. എൻ്റെ കസിനാണ്, അപ്പോൾ അവളുടെ കല്യാണമാണ്. ഇല്ല ഇല്ല, അപ്പോൾ ഞങ്ങൾ പോകണം. നേരത്തെയാണ് മുഹൂർത്തം. ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ 3 മണി എങ്ങാണ്ടായി. അപ്പോൾ ഇനി ഞങ്ങൾ പോയി റെഡിയാവണം. ബാക്കി എല്ലാവരും അവിടെ റെഡിയാവുന്നുണ്ട്. ഞാനപ്പോൾ മേല് കഴുകി പല്ല് തേക്കാനൊക്കെ പോകുന്നത്. ഞാൻ മേല് കഴുകി പല്ലൊക്കെ തേച്ച് രാത്രി തന്നെ തലയൊക്കെ കഴിക്കിട്ടുണ്ടായി. ഇനി പോയി നമുക്ക് റെഡിയാവണം. ഞാൻ എൻ്റെ ബ്രൗൺ ലെഹങ്ക ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നോട് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ തന്നെ കസിനുണ്ട് പ്രിയ ചേച്ചി, അവൻ മുത്തിനെ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായി, ഞങ്ങളോട് പറഞ്ഞിരുന്നു റെഡി ആവണമെങ്കിൽ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നല്ലോണം സമയം വൈകിട്ടുണ്ട്. ഞങ്ങളവിടെ നേരത്തെ വെളുപ്പിന് എണീക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 3 മണിക്ക് ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്കത് പറ്റിയില്ല. അപ്പോൾ എല്ലാവരും അവിടെ എണീറ്റ് തുടങ്ങിയിട്ടുള്ളു. ഞാൻ ഇനി അവിടെ ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് തരാം. അത് സൈനയുടെ വീട്ടിലിരിക്കണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഹായ്. ഹലോ. എന്താ കുളിച്ചാ? കുളിച്ചോ? നീ വീഡിയോ എടുത്തോണ്ടാർക്കാണോ? ആ, അടിപൊളി. ശരിയാണ്. ഇവിടെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതാണ് എൻ്റെ ചുണ്ടിൻ്റെ കളേഴ്സ്. എല്ലാവരും എണീറ്റാവും. എണീറ്റ് ഭയങ്കരമായിട്ട് എണീറ്റേക്കണം. എടീ, ഇത് സാനിയല്ലേ? സാനിയ, സാനിയ എടീ. അയ്യോ, അല്ലിത് നീ എപ്പ എണീറ്റിട്ടാണ് പോണ? സാനിയ, സാനിയ മോളെ, സാനിയ. എടോ, ഞാൻ വീഡിയോ എടുക്കണേട്ടാ. ഈ തള്ള ചതിച്ച എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ. എവിടെ പോയാലും ഈ തള്ള ഇങ്ങനെ തന്നെയുള്ള. എടോ, എന്നെ എണീറ്റ് എണീക്കെന്നാ. അപ്പൊ ഇവളെ എണീറ്റ് എന്നാ തയ്ക്ക്. നീ പോയി തയ്ക്കുന്ന. അല്ല, തയ്ക്കണ്ടേ ഇനി? പിന്നെ തയ്ച്ച ശരിയായില്ലെന്ന് പറയുന്നത് ചെയ്താ പറഞ്ഞു. എന്താ ലെഹങ്ക എടുത്തത്? ഞാൻ പോയി റെഡി ആവട്ടെ. ഈ സാധനം എന്നിട്ട് അവസാന സമയമാകുമ്പോഴത്തേനും നോക്കിക്കോ, കാണുമ്പോൾ കാണിക്കും. കുളിച്ചോ? ഞങ്ങളുടെ കുടിയിൽ നടക്കണ്ട. ഗൈസ്, അവിടെ അവളന്മാർ എല്ലാവരും എണീറ്റ്, സാനിയ മാത്രം എണീറ്റിട്ടില്ല. അതിന് എപ്പോൾ എണീക്കുമെന്ന് അറിയത്തില്ല. എവിടെ പോയാലും അതങ്ങനെയാണ്. ഞാൻ ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വേണ്ട. ബെല്ലാം വരണ്ടോ ഇന്ന് കല്യാണത്തിന്? വരുന്നുണ്ടോ ബെല്ല? നോ. ഞാൻ ഡ്രസ്സ് മാറി മേക്കപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ടോപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ. ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ കളർ കറക്റ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിട്ടിട്ട് ഇതും ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ ഇടാത്തതാണ്, പക്ഷെ ഞാൻ ഇന്നിട്ട്. പക്ഷെ ഇട്ടത് അധികം അറിയാനില്ല. ടെർട്ടർ ആയതുകൊണ്ട് ഏകദേശം കുഴപ്പമില്ലെന്ന് തോന്നുന്നു.
ഇവിടേക്ക് ചിരിപ്പുണ്ട്. എൻ്റെ പിന്നെ മറ്റേ മുട്ടയില്ല, അതൊന്നും ഉണ്ടായില്ല. അതെൻ്റെ കാണാണ്ട് പോയി. ആദ്യം വന്ന് കളിച്ച് എവിടെയൊക്കെയോ കളഞ്ഞ് കൂടെ നിലത്ത് ഇട്ടപ്പോൾ എല്ലാം കൊണ്ടുപോയി. അതുകൊണ്ട് ഇനി അത് നോക്കണ്ട. പിന്നെ കൈ കൊണ്ടാണ് ഞാൻ മൊത്തം തേച്ച് പിടിപ്പിച്ചത്. അപ്പോൾ ഇനി എനിക്ക് ഐലൈനർ എഴുതണം, പിന്നെ ഈ കണ്ണ് എഴുതണം, കണ്ണിൻ്റെ പൊക്കത്തെ സാധനം ഇടണം. പിന്നെ അവർ ആദ്യം റെഡിയാക്കണം എനിക്ക്. പിന്നെ നമുക്ക് ഇതൊക്കെ ആയിട്ട് നമുക്ക് സൈനയുടെ വീട്ടിലോട്ട് പോവാം. അവളന്മാരെ റെഡിയാക്കണ്ടേ. ഒരുത്തി എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി ഗൈസ്. നമുക്ക് അവൾ ആദ്യം തന്നെ പിടിക്കാം. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒന്നും വേണ്ടേ? അവിടെ വന്നാൽ നല്ല ബെല്ലയുടെ മൂത്രത്തിൻ്റെ നാച്ചൊക്കെ കൊണ്ട് ഇവരൊരേ ഡ്രസ്സ്, ഒരേപോലത്തെ ഡ്രസ്സാണ്. സാധനം തിരികെ സൈനിക്കുന്നതാണ്. സാനിയ ഇത്ര നേരം കിടന്ന് ഉറങ്ങിയ തെണ്ടി ഒന്ന് എഴുന്നേറ്റ് പോയി റെഡിയാവും. ഇനി എന്താ കുഴപ്പം? എൻ്റെ മലനാളിൽ പോണേന്ന് വെച്ചാൽ ശരിയാക്കി. ഇവരും തയ്ക്കും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. 1 വർഷം കൊണ്ടെങ്കിലും അവർ തയ്ച്ചു തരും. സാനിയ ആയതുകൊണ്ട്. ഇതെന്താ? അല്ല വാടി അവിടെ കളറുണ്ടല്ലോ. എന്നാ വാ നമുക്ക് അങ്ങോട്ട് വാ. ഈ നാടൻ തുമ്പിനെ ഞാൻ റെഡിയാക്കണോ? എടോ എന്തെന്നാ ഇതിനി അഴിക്കണ എന്തിനാ? എനിക്ക് തുമ്പി റെഡി ആവണ്ടേ? എവിടെ ഇരിക്കൂ, ഞാൻ റെഡിയാക്കി തരാം. ഇപ്പം ശരിയാക്കി തരാം ഞാൻ. അവിടെ അങ്ങോട്ട് ഇരുന്നു. അതിന് പുറത്താട്ട് കയറി ഇത് വേറെ സ്ഥലമൊന്നുമില്ലേ നമുക്കിവിടെ. ചീത്തതാ. നമുക്ക് കളർ കറക്റ്റർ വേണം. ഒന്ന് പിടിക്കാമോ? മീശയൊക്കെ അങ്ങോട്ട് പഠിക്കണോ? ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ മൊത്തം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എന്താ അവരെല്ലാം അങ്ങോട്ട് പോയാ? ഞാൻ ഫുള്ള് റെഡിയായിട്ടാണ്. ഞാൻ കുറച്ച് വൈകിപ്പോയി റെഡിയായി. കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഞാനാണ് ബാക്കി എല്ലാവരും റെഡിയാക്കിയത്. ഇതിനകത്ത് കാണുന്നേക്കാട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നെ കാണാൻ ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതിനകത്ത് എന്നെ കാണാനായിട്ടൊരു മാങ്ങ പോലത്തെ ഒരു കുളിമുറി കാര്യമില്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ആദ്യം കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. ഞാനും ആദ്യമോളും ഒരേപോലത്തെ ഉടുപ്പാണ്ട് ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ബാലൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തയ്ച്ചു. ഇതാണ് എൻ്റെ അമ്മ. മുടിയൊക്കെ ഇരുത്തുള്ളൂ. ഇതാ ആദ്യം കാണിച്ചത്. ആദ്യം ഭയങ്കര സുന്ദരിയാണ്. ഒരു തമിഴ് ലുക്കുണ്ട്. കൊള്ളാമോ ചേച്ചി? ആദ്യം ഇങ്ങോട്ട് നോക്ക്. വണ്ടി ചേച്ചി നമുക്ക് പോകണ്ടേ? പോകണ്ടേ ആദ്യം? അപ്പോൾ ഗൈസ് എൻ്റെ ആദ്യപോലെ ഉടുപ്പ് കണ്ട ഒരേപോലത്തെയാണ്. ഇങ്ങനാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകണം. ഇനി ഫുഡ് കഴിക്കണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഹാളിലോട്ട് പോകണം. അമ്പലത്തിലായിരുന്നു വെക്കാന്ന് ഓർത്തതല്ലേ. അവിടെ നിന്ന് പിന്നെ ഹാളിലോട്ടാക്കി. ഇനി നമുക്ക് പോകാം. ഞാൻ പുതിയ ക്ലാസ് ഗൈസ് ഇത് ഞാൻ കൊണ്ടുപോയി. എന്തിനാണ് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നാട്ടുകാർ വെറുതെ ഷോ ചെയ്യാന്നൊക്കെ ഓർക്കൂലേ. അവിടെ ഒരു ഡാൻസ് പ്രാക്ടീസാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. സാരയുടെ വീട്ടിൽ പോവാം. ഓക്കെ. എങ്ങനെ റെഡിയാക്കി നിൽക്കുന്നതാണ് ഇതിനെ. ഞാൻ ഇവളുടെ കണ്ണിലില്ലേ ഐഷാഡല്ലോ മസ്കാരയൊക്കെ ഇട്ട് ഇവളെ നിർത്തിയതായിരുന്നേ ഞാൻ. എന്നിട്ട് ഇവളുടെ ഒരു മിനിറ്റ് ഗൈസ്.
അമ്മ അച്ഛാ ചെരുപ്പ് ഇങ്ങോട്ട് എടുത്തേ. ആദ്യം ചെരുപ്പന്തേ അച്ഛൻ പിടി 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 ആദ്യം വാ. ഞാൻ പറഞ്ഞില്ലേ ഈ ടോബി അല്ല ടോബിയല്ല ഇതെല്ലാം ഭയങ്കര കുടുക്കക്കള. ആദ്യം ഉടുപ്പ പിടിച്ചോ അല്ലെങ്കിൽ ഉടുപ്പ് നിലത്ത് കിടന്ന് മഴയായി. ഞാൻ ഇവരോട് ഡാൻസിനുണ്ടെന്നൊക്കെ പറഞ്ഞേനെ. ഞാനിപ്പോൾ ഒഴിഞ്ഞ് എനിക്കറിയാലോ അതിലേക്ക് അറിയുന്നുണ്ട്. അവസാനം കാണുന്നില്ല ഭയങ്കര ഇങ്ങോട്ട് നോക്കൂ. കൊള്ളാം. കല്യാണം നടക്കണ ഹാളിൽ വന്നിട്ടുണ്ട്. ഇതാണ് കല്യാണ പെണ്ണിൻ്റെ അമ്മ. ധീര വനിത ഒറ്റക്കാണ് കല്യാണം നടത്തുന്നത്. എനിക്ക് കാണിച്ചു തരാം. എന്ത് പറയാനൊന്നും കൂടി കഷ്ടപ്പെട്ട് കല്യാണ പെണ്ണിനെ കാണിച്ചു തരാം ഗൈസ്. ഇതല്ല ഞങ്ങളുടെ മുത്ത് ഇങ്ങനെയല്ല. ഇത് വേറെ ഒരാളാ. നിങ്ങളൊക്കെ എന്തിനാണ് ക്യാമറ ഇങ്ങനെ കിടന്നുകൊണ്ട് ഓടണം? ഞാൻ ക്യാമറയിൽ നല്ലോണം നിൽക്കുന്ന ആൾക്കാരെ നോക്കട്ടെ. കല്യാണമാണ്. അയ്യോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. വെറുതെ ഒരു കീർത്തിയാന്ന് ഓർത്ത് പറവല്ല. പേടിയുണ്ട്, സങ്കടമുണ്ട്. അതൊക്കെ എന്നെ വിട്ട് പോണേലാണ് സങ്കടം എന്നാ പറഞ്ഞത്. പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ, ചിരിച്ചിട്ടൊക്കെ നിന്നേനെ. ഓക്കെ അല്ലേ ചെന്നാ മുത്ത് ഞങ്ങളാണോ വരണ്ട? ഓക്കെ ഗൈസ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാനാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സ്വീകരിക്കാൻ പോണ ആൾക്കാർ ഞാനാണോ സ്വീകരിക്കണ്ടേ? അല്ല ഞങ്ങളാ. ഞാൻ കൊടുക്കായിരുന്നു. കണ്ണൻ ചേട്ടൻ എന്തെങ്കിലും പറയും. ഇന്നലെ നടന്നാലും ഓർക്കുന്നുണ്ട്. യൂട്യൂബിന്റെ കാശ് വേണമെങ്കിൽ പറയാം. സമയം തരാറില്ല. ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ ഞാൻ പറയാം. അപ്പൊ കരഞ്ഞ ഞാൻ സാരിയ വീഡിയോ എടുക്കുമ്പോ കരയാന്ന്. ഗൈസ് ഈ ചേച്ചി ഉണ്ടോ മേക്കപ്പ് ചെയ്ത്? ഇതെങ്കിലും പറയണ്ടേ, ഞാൻ മറന്നു. എവിടെ പേര് പറ. എൻ്റെ പേരാണ് പ്രിയ. എൻ്റെ പേര് പ്രിയ. ഈ കാർട്ടൂണിൽ പറയത്തില്ല അതുപോലെ പറയാം. താരം പോയാ? നിങ്ങൾ കാരണം വന്നാ? കൊള്ളാം. ഇന്നും നല്ല സുന്ദരിയാണ് ഗായ്സ്. ആരിക്സും കൂട്ടരും വന്നിട്ടുണ്ട്. ശരവണ അങ്ങോട്ട് ഓർഡർ. നിങ്ങളെല്ലാം എന്തിനാ ഈ കിടന്നിട്ട് ഓർഡർ? ഇവരെന്നാ എൻ്റെ യൂട്യൂബ് ചാനലിനൊരു സപ്പോർട്ടില്ല ഗൈസ്. ഞാൻ അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ കല്യാണത്തിൻ്റെ വീഡിയോയുടെ ബാലൻസ് വീഡിയോ ആണ് ഇത്. കല്യാണത്തിൻ്റെ ഒരു പകുതി വെച്ച് ഞാൻ ബാക്കി എടുത്തിട്ടുണ്ടായില്ല. എന്താണെന്ന് വെച്ചെന്നാൽ എനിക്ക് അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഞാൻ അവരുടെ കൂടെ അങ്ങനെ നടക്കണേലേ എനിക്ക് രണ്ടും കൂടി നടക്കാനുണ്ടായില്ല. പിന്നെ ഞാനതാണ് മറന്നും പോയി. കല്യാണത്തിൻ്റെ വീഡിയോ കിട്ടിയില്ലെങ്കിൽ ചിറ്റേനെ കൊല്ലുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനോർത്ത് അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇവിടെ നടക്കണം കുറച്ചും കൂടി എടുക്കാൻ. ഇന്ന് വിഷുവിൻ്റെ തലേന്നായിരുന്നു അവളെ കല്യാണം. അപ്പോൾ ഇന്ന് വിഷുവാണ്. ഇവിടെ നല്ല പടക്കം പിടിക്കലും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ് നടക്കണം. അപ്പോൾ ഞാനടുത്ത് അതും കൂടി കാണിക്കാന്നേ. കാണിച്ചാൽ ഞാൻ ഒരുത്തൻ അടുത്ത ബ്ലോഗർ
ചിറ്റയുടെ വീഡിയോ അതിലിടാത്തതിന് ചിറ്റക്ക് സങ്കടമുണ്ട്. ഞാനുണ്ടാകല് ഇവിളി ഇനി എടുത്തോണ്ട് വന്നതില് ഇല്ല അതിലുണ്ടാവും. ചിറ്റ ഇത്ര സീരിയസ് ആക്കല്. ഞാനത് വേറെ ആയിട്ടാണ് എഡിറ്റ് ചെയ്തത്. അച്ഛനെ കാണാൻ വിജയ് സേതുപതിയെ പോലെ ലൈവാണോ ഇപ്പൊ ഞാൻ ഒരു പണി അപ്പൊ ഗായ്സ് ഞാൻ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ അപ്പൊ ഞാൻ ഇവിടെയുള്ള പോച്ച അപ്പൊ ഞാൻ ഇവിടെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള പടക്കം മൊത്തം ഞാൻ കാണിച്ചു തരാവേ. കാരണം പടക്കമൊക്കെ ഉണ്ട്. ബെല്ലൊക്കെ ആണെങ്കിൽ പടക്കം മേടിച്ചിട്ട് ബെല്ലേനെ അകത്തിട്ട് പൂട്ടിയേക്കാം. ബെല്ല വണ്ണം മാത്രം ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഗുണ്ടി ഞാനല്ല, എല്ലാം അവനാ മേടിച്ചത്. ഞാൻ ആദ്യം തന്നെ മൈക്ക് അവിടെ വെക്കട്ടെ. ഇവിടെ ലൈറ്റ് ഇല്ലാത്തോണ്ട് എല്ലാരെയും കാണിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കാണിക്കാം. അതെ, ഇനി കുറഞ്ഞ ഇത് എഡിറ്റ് ചെയ്യുന്ന ആളുടെ ശ്രദ്ധിക്കാൻ എന്തായാലും ഇട്ടേ പറ്റത്തുള്ളൂ കേട്ടോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കണം? മാധവ് ഇവിടെ കിടുക്ക സാധനങ്ങളൊക്കെ ഉണ്ടാ വാങ്ങിയിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇത് പറന്നു പോണ സാധനമാണ്. പിന്നെ ഇത് മറ്റേ എന്താ സാധനം. പിന്നെ ഇത് ഓലപ്പടക്കം നിങ്ങൾക്കറിയാമോ? എനിക്കറിയാം. പിന്നെ ഇത് ഇറന്ന സാധനം. പിന്നെ ഇറന്ന സാധനം. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല. ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. അയ്യോ എന്തിനാ ഇപ്പൊ കത്തിക്കാൻ പോണ? ഇപ്പൊ എന്തിനാ കത്തിക്കാൻ പോണ? അപ്പൊ ഇനി ഞങ്ങൾ കൊരോപ്പാണ് പൊട്ടിക്കാൻ പോകുന്നത്. കൊരോപ്പ് വലിയ കൊരോപ്പിന് 80 രൂപ, ചെറിയതിന് 5 എണ്ണം 50 രൂപ. ഞാൻ മേടിച്ച സാധനമാണ്. എനിക്ക് അതിന്റെ സങ്കടമുണ്ട്. അല്ല ഞാൻ 600 രൂപക്ക് എന്താണ് ഇത് വാങ്ങാൻ പോയ ഞാനാണ്. എല്ലാം എടുത്തു കഴിഞ്ഞ അവസാനം 1250 രൂപ. ചങ്ക് തകർന്നു പോയത്. ചിറ്റയുടെ ആ പിശുക്കത്തരം എനിക്കും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് കല്യാണത്തിന്. അയ്യോ, കല്യാണത്തിന്റെ ബാലൻസ് വീഡിയോ. പക്ഷെ കല്യാണ പെണ്ണിനെ മാത്രം കാണിക്കാൻ മറന്നു. കല്യാണ പെണ്ണിനെ കാണിച്ചുതരാം. ഇതാണ് കല്യാണ പെണ്ണ്. കണ്ടൊരു തളച്ചിൽ കണ്ടല്ലേ? ഇപ്പൊ അങ്ങനെ എന്താണച്ചാ എന്താടാ മോനിസേ? ഇതെന്താണ് ആദ്യം കാണിക്കണ? ചിറ്റ ഇത് എങ്ങനെ പടക്കം പേടിയണ്ട? വാ ആ കമ്പിത്തിരി പൊട്ടിക്ക്. വീഡിയോ എടുക്കട്ടെ. എല്ലാം വീഡിയോ എടുത്താലും എന്തിലെങ്കിലും ഒന്നിലും ഉണ്ടാവുള്ളൂ കേട്ടോ. വന്നേ ചിറ്റ വന്നിട്ട് ആ കൊരോപ്പ് കത്തിക്ക്. എന്നാ കമ്പിത്തിരി കത്തിക്ക്. വാ ചിറ്റേ പോച്ചിട്ടെ. അയ്യോ ഒരു മിനിറ്റ് ഇന്നങ്ങാൻ വല്ല നടക്കുവാ? ഹായ് സൂപ്പർ. ചീറ്റില്ല, അത് പൊട്ടത്തെറിക്കത്തേ ഉള്ളു. കൊള്ളാല്ലേ? ആദ്യം ഒരു വലിയ ശ്വാസം പേടിച്ചു പോയ ആദ്യമാണ്. ഇത് കുറെ എണ്ണങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ അത് പറമ്പിൽ പോണം. ചിലത് പറന്നു പോണ സാധനമൊക്കെ ഉണ്ട്. എന്നാ ആദി ഇന്നലെ മുത്തിനെ കല്യാണം ഇതെന്താ വലിയ വേണ്ട? ഓലപ്പടക്കം ഞാൻ പൊട്ടിക്കട്ടെ.
ഓലപ്പടക്കം പോടാണ്. ഞാൻ മുമ്പത്തെ വർഷം ഓലപ്പടക്കമൊക്കെ ഞാനായിരുന്നു പൊട്ടിച്ചത്. ഇവിടെ ഭയങ്കര അലപ്പറയണം, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയണ കേൾക്കാവോന്ന് അറിയത്തില്ല. ബാബാ അതടി കയറാതി. അടുത്ത എന്താണ് ആത്തിക്കാൻ പോണ? ചക്രം. ആദ്യം തടുവ് അത് പറക്കും. ഗായ്സ്, ചക്രം പറക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പൊ പൊട്ട് ചിലത് മാത്രമേ പൊട്ടുള്ളൂ പൊട്ടിയില്ല. പൊട്ടുള്ളൂ. ഇതന്ന് കത്തിയിട്ട് പൊട്ടിയായിരുന്നു. ഇവിടെ വെച്ച് കത്തിക്കല്ലേ ഒന്ന് കൊണ്ടു ആ ഇപ്പഴാണ് സമയം. ഇവിടെ പേടിച്ച് പറിച്ചിരിക്കുമ്പോഴാണ് നമ്മള് പറയാൻ പറ്റില്ലെങ്കിലും അതെന്താ പിന്നെ അത് തന്നെയാ. അവള് കൂളായിട്ട് ഇന്ന് കാണിയ പോയി ചേച്ചി അവിടെ നിന്നുണ്ട്. 10,000 രൂപക്ക് ഞാൻ സാധനം മേടിച്ചാൽ വെള്ളത്തിൽ കുരി കളയാന്നല്ലേ. ഈ കളയനെ കൊണ്ട് ബാക്കി നീങ്ങി പോയാ ഞാനെ വിളിച്ചോണ്ട് പോകുന്നത്. നിന്റെ കൂടെ പോകണം. എന്നാ വാ, അത് പൊട്ടിക്കാം. അതെവിടെ? അതാണോ കൊണ്ടുപോണ? കൊരോപ്പ്. പിന്നെയും കൊരോപ്പാ. എടാ ആകെ 3 കൊരോപ്പുള്ള, എല്ലാം ഇപ്പൊ തന്നെ തീർക്കല്. ഇത് കൊള്ളാം. ഇഷ്ടപ്പെട്ട ആദി? എടി മുത്ത, നീ അത് മേടിച്ച് കറക്ക്. അതില് കത്തിച്ചിട്ട് എന്നാ നീ ഇത് പിടിക്കും, ഞാൻ എന്റെ കറക്കണം. ഇത് പിടിച്ചോ, എന്റെ മുഖത്ത് പിടിച്ചോ. ഒന്നും ഉണ്ടാണ്ടിരിക്കാം. ഇതാണ് ചാട്ടവർ. ഇത് ഇങ്ങോട്ട് വെച്ചോ. യെസ്, ചാട്ടവറാണ്. ഇത് കത്തിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അടിക്കാം. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ബാ, എന്റെ മുഖത്ത് വെട്ടാൻ വരണ്ടാ നോക്കണേ മുത്ത. അത് നമുക്ക് പറമ്പിക്കൊണ്ടേ പൊട്ടിക്കാം. ഇതിങ്ങനെ കറക്ക. എന്നെ കാണാൻ വെച്ചിട്ട് ഇങ്ങോട്ട് വാവുന്നല്ലേ. ഇങ്ങനെ കറക്കണം. ഇല്ല പോ. കാണാവാ ശരീരം മാത്രം കാണാം. ഇതാണ് ചാട്ടവാറ. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാരും അടിക്കാം. അച്ഛാന്ന് പാടണ്ട. ഞാൻ വ്ളോഗ് നിർത്തി പോകും കേട്ടോ. എന്താ എടാ അവിടെ വെച്ച് പൊട്ടിക്കണ്ട. ഏതാ ചൈന പടക്കണോ? അവിടെ ഇരുന്ന ചിറ്റാണ് ഇന്ന് വിടാനില്ല. ഇത് പൊന്നുവിന്റെ മകളല്ലേ കേട്ടോ. അയ്യോ, വേറെ പൊന്നുവിന്റെ കൊച്ചല്ലേ. പൊന്നുവിന് ഇതൊക്കെ പേടിയല്ലേ. ഏത് പടക്കം ചിറ്റായിരിക്കണം അവിടെ.
പോകാനുണ്ട് അന്നാ നമുക്ക് പറമ്പിൽ പോയി ആറ്റിൽ റോക്കറ്റ് കത്തിച്ചിട്ട് തരാം നമുക്ക് പറമ്പിലോട്ട് റോക്കറ്റ് എടുത്തിട്ട് ഗായ്സ് ഇപ്പൊ ഞങ്ങള് മറ്റേ എന്തായിരുന്നു എയറോപ്ലെയിൻ വിടാം. എയറോപ്ലെയിൻ പോലത്തെ ഒരു സാധനം ഞങ്ങൾ പറമ്പിട്ട് പൊട്ടിക്കാം. മുത്തേ വാ എന്റെ പൊന്നു ഒന്ന് വരാമോ? മാറിക്കോ ആദ്യം ഓടിക്കോണം. എന്തുണ്ടെങ്കിലും ഓടിക്കോണം. മാറിക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കാൻ കാശ് പോയി അത്ര തന്നെ. റോക്കറ്റും അല്ല ഒരു സാമാനമല്ല, വെറുതെ ആയിപ്പോയി കാശ്. എടി ആകെ 3 വാങ്ങിയാലോ. അവളുടെ ജീവനെ കൊണ്ട് ഓടി. നീയല്ലേ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായപ്പോ കൊച്ചിനിട്ട് ഓടി. തേങ്ങ ജീവനും കൊണ്ട് ഓടി കൊച്ചിനെ കൊണ്ട് ഇട്ടിട്ട്. എന്തോ എനിക്ക് അതോ എന്താടി വായിന്റെ അകത്തട്ടി കയറ്റി വെച്ചാൽ എന്റെ കണ്ണ ഇനി ആകെ അവസാനം ഒരെണ്ണം കൂടിയല്ലേ ഉള്ളു. ഇതും കൂടി പോയെന്നാ എന്റെ കാശ് തീർന്നു ഗൈസ്. എന്റെ കാശ് വെറുതെ പോയെന്ന് പറഞ്ഞാൽ മതി. എന്താണ് എയറോപ്ലെയിനാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയ സാധനമാണ്. അത് വെറുതെ നിലത്ത് കിടന്നുകൊണ്ട് കറങ്ങിയിട്ടും താത്തോട്ട് പോയി. പൊട്ടിക്കും. ഇതും കൂടി പറഞ്ഞില്ലേ കണ്ണനെ ഞാൻ പറത്തു വിടുന്നേ. അയ്യോ സീസാണ് കേട്ടോ. ഇതെങ്കിലും പറന്ന് പകുതിക്കാശ് മുതലായി. ഇതാണ് പടക്കക്കാരൻ പടക്കം വിൽക്കണ ആള്. ഇത് തീർന്നില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? പറന്നു പോണ സാധനം വല്ലതും ഉണ്ടോ? ഇവിടെ കൊണ്ടുപോകും. പറക്കണ വല്ല സാധനം ഉണ്ടോ? സ്വന്തം മൂക്കും. ഇങ്ങനെ ഒരെണ്ണം നിനക്കുള്ളത് നീ മറന്നു പോണാ പൊന്നു. നീ ഇടക്ക് ഇനി നമുക്ക് കൊറേ മേടിച്ചില്ല, എന്തേലൊക്കെ കത്തിക്കുക എല്ലാം തീർക്ക്. ആകെ ഇന്ന് മാത്രമേ ഉള്ളു. എത്ര കത്തിക്ക്. അയ്യോ ഒറ്റയടിക്ക് എന്റെ കാശ് തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചായ വേണ്ട അത് വേണ്ട കേട്ടാ. എല്ലാം ആകെ ഒരു കവറേ ഉള്ളു. ഗായ്സ് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആൾക്കാർ പറയട്ടെ. ഗായ്സ് ഇതിനകത്ത് ആരാണ് ചേച്ചി ആരാണ് അനിയത്തിയെന്ന് നിങ്ങൾ തന്നെ കമന്റിൽ പറയാം. എല്ലാരും വന്നിട്ട് അനിയത്തിയാണല്ലേ? ഞാൻ അനിയത്തിയല്ലേ ചേച്ചിയാണോ? ചേച്ചി അത്രയും പ്രായമുണ്ടോ? എന്ത് പറയാ, ചർമ്മം കണ്ട പ്രായം തോന്നില്ല. ഇത് പട്ടി ചോദിക്കാണ്ട് പറയണ്ടൊക്കെ സാധനം കിട്ടി. ക്യൂട്ട്നെസ് ഇത്തിരി വാരി എറിഞ്ഞാമത്തെ ഇങ്ങനെ കാണി. ഇവിടെ എൻ്റെ ചിറ്റ ഇങ്ങനെ കാത് കുത്താൻ പാടില്ല, ഭയങ്കര ഇതായിട്ട് വളർത്തിയ കൊച്ചാണ്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വരെ കാതും കുത്തി വന്നേക്കണ വീട്ടിലോട്ട്. ചിറ്റക്ക് എന്താ ചിറ്റ അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തെങ്കിലും പറ. അതെ ഞാൻ പറയണില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗായ്സ് അടുത്തത് ഞങ്ങൾ എവിടെ ഏത് പറഞ്ഞു പാളിപ്പടക്കം ഉണ്ടാ. എടാ അത് 2 എണ്ണം മേടിച്ചാടാ. ഞാൻ അയാളോട് ഒരെണ്ണം തരാൻ പറഞ്ഞിട്ട് ചിറ്റ ഇഷ്ടമല്ലേ ചിറ്റക്ക് പാളിപ്പടക്കം?
ചിറ്റക്ക് ഇഷ്ടമാണ് ഗൈസ്. നമുക്ക് ചിറ്റാൻ്റെ ചിറ്റയുടെ തരട്ടെ, ചിറ്റ ഒട്ടിക്കുമോ അത്? ഒന്ന് പോച്ചിട്ട് ഞാൻ എൻ്റെ അച്ഛൻ പാളിപ്പടക്കം പൊട്ടിക്കാൻ കാണിച്ചുതരാം. എന്റെ ചെവി പൊത്തണ കണ്ട എന്റെ കയ്യിൽ. ഓ തീർന്ന സാധനം തീർന്നു. ഞാൻ മേടിച്ച സാധനം മൊത്തം ചീത്തയുള്ള പണ്ടാരം. എന്റെ കാശ് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലേ. അമ്മ മിന്നുലായിട്ട് പരിചയമുള്ളൊരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, ആതിര. എനിക്ക് ചിറ്റി ആതിര ആ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു കുഞ്ഞു പെങ്കൊച്ചാന്ന്. 26 വയസ്സുണ്ട്. അതിന്റെ അനിയത്തിക്ക് 24 വയസ്സുണ്ട്. ഞാൻ ഞാനതിന് എന്റെ പ്രായം എന്ന് പറഞ്ഞാ ഏടോന്നേടാന്നൊക്കെ വിളിക്കണം. 19 അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല. അമ്മക്ക് കണ്ടാലും അങ്ങനെ തോന്നില്ല. ചെറിയൊരു പെങ്കൊച്ചി. ചിറ്റ കണ്ടാളാ ഇവളുടെ ബാക്കിൽ അവന്റെ ഈ മുടിയൊക്കെ ഇതാക്കില്ലേ അവന്റെ താലി കെട്ടാൻ നേരത്തെ ബാക്കില് അവൻ കോർത്തത് മാത്രമല്ല, ആ ചേച്ചിയെ ബാക്കി കെട്ടിയൊക്കെ ചെയ്തു. ഞാൻ അതിനോട് വോയിസ് വെച്ചപ്പോ ചേച്ചിയാണോ അനിയത്തിയാണോന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. 26 വയസ്സുണ്ടല്ലോ എന്തായാലും മൂത്ത. ഞാൻ എനിക്കിപ്പോ നല്ല പ്രായമുള്ളോണ്ടേ. ഇവക്ക് നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറയാം. 39 അല്ല 46. ഓ കറക്റ്റ്. അപ്പൊ ഗായ്സ് ഞങ്ങള് ഇനി മുത്തിന്റെ വീട്ടിലോട്ട് പോണേണ്. അവിടെ ചിറ്റൻ മന്തി. ഓഹോ കല്യാണ ചെലവിന്റെ ഇടയില് ചിറ്റ അവിടെ മന്തി വാങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഞങ്ങൾ അത് പോയി കഴിക്കാം. പൈസ കൊടുക്കണം. മഞ്ജു പൈസ കൊടുക്കണേ, ഇങ്ങനെ പൈസ കൊടുത്തിട്ട് സോനപ്പം മേടിക്കണേ. അപ്പൊ എന്നിട്ട് അതിന്റെ അടിയിൽ ക്യാപ്ഷൻ ആയിട്ട് പറഞ്ഞ അഖിലിൻ തായ്ലൻഡ് കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് സ്റ്റാറ്റസ് ഇട്ടേക്കണ? ഇല്ല, ഗ്രൂപ്പിൽ ഇട്ടേക്കണം. വാ വാ പോവാ, മന്തി കഴിക്കണ്ട്. അയ്യോ എന്നെ കൊന്നു ഈ പുള്ള. ഗായ്സ് ഇനി ഞങ്ങൾ നേരെ പൊന്നുവിൻ്റെ വീട്ടിലാട്ടാ, അല്ല മുത്തിൻ്റെ വീട്ടിലാണ്. മുത്തിൻ്റെ വീട്ടിലാട്ടാണ് പോണത്. അവിടെ മന്തി വാങ്ങിയിട്ടുണ്ട്. ഈ പെൺപിള്ള എന്നെ കൊല്ലൂല. എന്തായി കത്തിച്ചാ? അത് പോയി. ഇവിടെ ഇനി എന്തോ ഒരു വലിയ കട്ട എന്തോ സാധനം കൂടി കത്തിക്കാനുണ്ട്. അതും കൂടി കത്തിച്ചിട്ട് ഞങ്ങള് അതെ ഈ സംഭവം കൂടി കത്തിച്ചിട്ട് ഞങ്ങൾ നേരെ മന്തി തിന്നാൻ പോകും. എൻ്റെ ഫേവറേറ്റ് കാര്യമാണ് മന്തി തിന്നണം. അത് പോയി ചെയ്യണം. വാ നമുക്കിനി ഇതും കൂടി പഠിച്ചിട്ട് പോവാം. ആദ്യം ഇടയ്ക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണ കൊള്ളേനെ നിക്കറിട്ട് പിടിച്ച് വലിക്കരുതിട്ടാ. എവിടെ എവിടെ ഇതിന്റെ തുണി നോക്കട്ടെ. ഇതിന്റെ അമ്മയാണ് ഇത്. അതെ കണ്ടാൽ എത്ര പ്രായമൊക്കെ തോന്നുന്നു. അതെ എത്ര പ്രായം തോന്നുന്നു നിങ്ങൾ തന്നെ കമന്റ് ഇട്ടോ. പ്രയത്തിനെ കാണണോ? പ്രയത്തിനെ എടാ വീഡിയോ ഞാൻ ഓണാക്കാൻ പോയപ്പോ തന്നെ നിങ്ങളുടെ സാധനം അത് പോയി പൊട്ടി കഴിഞ്ഞു. അപ്പൊ ഗായ്സ് ഞങ്ങളുടെ മുത്തിന്റെ പൊന്നുവിന്റെ ചിറ്റയുടെ വീട്ടിൽ എത്തിയിട്ടാണ്. ഞാൻ മുത്തിന്റെ വീടെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കണ്ട് എല്ലാം കൂടി എൻ്റെ വെക്കട്ടെ. എനിക്ക് വേണ്ടടി അത്. ഇവിടെ ഇവരെല്ലാരും ഡോണറ്റ് കഴിക്കണേണ്ട. പക്ഷെ ഞാൻ മര്യാദ കാണിച്ചു തരാം. പൊന്നു കണ്ടില്ലേ ഡോണറ്റ്? പുതിയ മരുമകൻ ഡോണറ്റ് മേടിച്ചു കൊടുത്തു പോയി മനുഷ്യന്. ഡോണറ്റിനാണോ? എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിത് തിന്നണില്ല. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഉണ്ട്. താ ഒളിച്ചിരുന്ന് തിന്നണ്ട. എവിടെ ആദ്യം നോക്കട്ടെ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടാ? സൂപ്പർ. അപ്പോൾ ഗായ്സ് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് മിക്ക വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. എന്ന് വെച്ചാൽ ക്യാമറ 5 പോയി പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ കല്യാണത്തിൻ്റെ
അയ്യോ ഇപ്പോൾ പോരെ. കല്യാണത്തിന് ഇത്തിരി വീഡിയോസായിട്ട് ഞാൻ എടുത്തതെല്ലാം കൂടിയിട്ട് ചെറിയൊരു വ്ളോഗ് ഞാൻ ഇടാമെന്ന് വെച്ചതാണ്. എനിക്കെല്ലാം എടുക്കണം എന്നുണ്ടായി, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വീഡിയോ എടുക്കുകയും കാര്യങ്ങൾ ഈ ക്യാമറ ആയിട്ട് അവിടെയൊക്കെ നടക്കാനുള്ളൊരു ടൈം ഇല്ലാഞ്ഞുകൊണ്ട് ഇത്തിരി വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കാണുന്ന ചിലവരെങ്കിലും ഓർക്കാനുണ്ടാവും എന്താ ചിറ്റേനെ കുറിച്ച് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചിറ്റയൊക്കെ ഒരു വാക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ടായി. ഞാൻ എങ്ങാനും ഇങ്ങനെയൊക്കെ റീച്ചൊക്കെ എനിക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ ചിറ്റ കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഇടുമെന്ന്. ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാനതിടും. എനിക്ക് ഇടണം എന്നുണ്ടെന്ന് വെച്ചാൽ ചിറ്റ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ചിറ്റ 2 മക്കളെയും വളർത്താൻ വേണ്ടി. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരെയൊക്കെ അറിയണമെന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ വുമൻസ് ഡേയുടെ അന്ന് ഏതെങ്കിലും സ്ട്രോങ് വുമണിനെ കുറിച്ച് പറയണമെന്ന് പറയുമ്പോൾ ഞാൻ പറയണത് എൻ്റെ ചിറ്റേനെ കുറിച്ച് ആയിരുന്നിട്ടാ. ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ പറയണത്. അപ്പോൾ എനിക്ക് അതൊക്കെ പറയണമെന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഉടനെ തന്നെ പറ്റുമെങ്കിൽ ഞാൻ ഇടാതായിരിക്കും. ലാസ്റ്റത്തെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട് പിന്നെ ഞാൻ ഇരുന്നുകൊണ്ട് എടുക്കണേണ്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഞാൻ ഇനിയും കുറേ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ബൈ ഗൈസ്.